പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത്, ഈ ഉപകരണം നമ്മുടെ കയ്യിലുള്ള ഈ കാലത്ത് ശുഭത്തുകളെ വളരെ വളരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിലും സുന്നത്തിലുമായി മരിച്ചു പോവുക എന്നത് പ്രിയമുള്ളവരെ ഈ കാലത്ത് വളരെ അസീസായ അഥവാ വളരെ വിലപ്പെട്ട, എല്ലാവർക്കും ലഭിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ലഭിച്ച ഈ നിഅമത്ത് നശിപ്പിച്ചു കളയരുത്. ശുഭത്തുകൾ, ആശയക്കുഴപ്പങ്ങളെ നേരിടേണ്ടത് എങ്ങനെയാണ്? ആശയക്കുഴപ്പങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾ രണ്ടു കൂട്ടരാണ്. ഒന്ന്, അത് കേൾക്കാത്തവർ, അത് മനസ്സിൽ പതിയാത്തവർ സലാമത്തിനാണ്, കേട്ടിട്ടില്ല, ഒന്നും മനസ്സിൽ കുടുങ്ങിയിട്ടില്ല. രണ്ടാമത്തെ കൂട്ടർ അത് കുടുങ്ങിയവരാണ്, മനസ്സിൽ അത് കുടുങ്ങിയവരാണ്. ആശയക്കുഴപ്പങ്ങൾ മനസ്സിൽ കുടുങ്ങിയിട്ടില്ലേ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ദീന്റെ കാര്യത്തിൽ അതിന്റെ അടിത്തറയെ ബാധിക്കുന്ന രൂപത്തിൽ സംശയങ്ങളൊന്നും മനസ്സിലില്ലേ, നീ സലാമത്തിനാണ്, നീ സുരക്ഷിതനാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അസ്സലാമത്തു ലാ യുആദിലുഹാ ശൈ, സലാമത്തിനോളം വിലയുള്ള മറ്റൊന്നുമില്ല. എങ്കിൽ നീ എന്ത് ചെയ്യുക? അത് കാത്തു സൂക്ഷിക്കുകയാണ് നിന്റെ ബാധ്യത. എങ്ങനെയാണ് അത് കാത്തു സൂക്ഷിക്കേണ്ടത്? ശുഭത്തുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, അതിലേക്ക് നോക്കാതിരിക്കുക. അൽഹംദുലില്ലാ, സലാമത്തിനാണ് അതിൽ മുന്നോട്ട് പോവുക. ഈ ദീനിന്റെ വിജ്ഞാനീയങ്ങൾ നിന്റെ മനസ്സിൽ ഗ്രഹിച്ചെടുക്കാൻ ശ്രമിക്കുക. ഹുദ, അള്ളാഹു നൽകിയ ഹുദ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ്? ഖുർആൻ പഠിച്ചുകൊണ്ട്, ഹദീസുകൾ പഠിച്ചുകൊണ്ട്, അദ്കാറുകൾ പഠിച്ചു, ഉപകാരപ്രദമായ വിജ്ഞാനം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ചെവി കൊടുക്കരുത്. ബാത്തിലാണെന്ന് അറിഞ്ഞോ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കരുത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ, ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ദലാലല്ലാതെ, വഴികേടല്ലാതെ മറ്റെന്താണുള്ളത്? ഒരു കാര്യം ഹക്കാണ് നിനക്ക് മനസ്സിലായാൽ അതിനെതിരായത് ബാത്തിലായേ പറ്റുള്ളൂ. ഒന്നും രണ്ടാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ, ഒന്നും മൂന്നാണ് എന്നൊരാൾ പറഞ്ഞാൽ തെറ്റാണെന്ന് മാത്രമല്ല, തെറ്റായ പറ്റൂ, തെറ്റായ തീരൂ എന്നതുപോലെ നീ മനസ്സിലാക്കുക. ഹക്കാണോ ബാത്തിലാണ് ഒരാൾ പറയും, ശിർക്കാണ് സംസാരിക്കുന്നത്, ബിദ്അത്താണ് സംസാരിക്കുന്നത്, ഹദീസ് നിഷേധമാണ് സംസാരിക്കുക എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇതീ നീ വളരെ ശ്രദ്ധയോടെ കരുതലോടെ മുറുകെ പിടിക്കുക. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ അറിവ് അത് ദീനാണ്, ദാരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അഹ്ലുസുന്നത്തിന്റെ സത്യസന്ധതയുടെ അറിവിന്റെ ആളുകളിൽ നിന്ന് മാത്രം അത് സ്വീകരിച്ചു കൊള്ളുക. രണ്ടാമത്തേത്, അതുപോലെ ആ ഹിദായത്ത് നിലനിർത്താൻ അള്ളാഹുവിനോട് തേടുക. രണ്ടാമത്തെ കൂട്ടരാരാണ്? ഇത് വല്ലതും മനസ്സിൽ പതിന്നവരാണ്. എന്തോ അയാൾ വായിച്ചു പോയി, അല്ലെങ്കിൽ കേട്ടുപോയി, കണ്ടുപോയി, ഇതിലൂടെ ദീനിന്റെ അടിത്തറയെ ബാധിക്കുന്ന എന്തെങ്കിലും സംശയം മനസ്സിൽ കുടുങ്ങി, ബിദ്അത്തോ അല്ലെങ്കിൽ കുഫ്റോ ശിർക്കോ ബന്ധപ്പെട്ട ഒരു സംശയം മനസ്സിൽ കുടുങ്ങി എങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് പരിഹരിക്കാനുള്ള ശർഈയായ മാർഗങ്ങൾ നീ സ്വീകരിക്കുക. അതിൽ വളരെ 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 പ്രധാനപ്പെട്ടതാണ്, നീ ആദ്യം മനസ്സിലാക്കുക, ഇതിന് മറുപടി ഉണ്ട്, ഇതിനൊരു ജവാബുണ്ട്. കാരണം ഈ ദീൻ, അതിൽ യാതൊരു സംശയമില്ല. നീ മനസ്സിലാക്കിയ ആശയക്കുഴപ്പത്തിന് മറുപടി, നീ അത് അറിഞ്ഞില്ല എന്നതുകൊണ്ടെന്ന് വിചാരിക്കരുത്, അതിന് മറുപടി ഇല്ല എന്ന് വിചാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, നീ അത് അള്ളാഹുവിനോട്, അള്ളാഹുവിൽ അവലംബം അർപ്പിച്ചുകൊണ്ട്, അവനോട് ദുആ ചെയ്തുകൊണ്ട് അതിനെ നേരിടാൻ ശ്രമിക്കുക. ആളുകളുടെ അരികിലേക്ക് സംശയ നിവാരണത്തിന് പോകുന്നതിനപ്പുറം നീ ശ്രദ്ധിക്കേണ്ട റബ്ബിൽ ഖൽബ് അവലംബിക്കാനാണ്. അള്ളാഹുവിനോട് നീ സത്യസന്ധമായി തേടിയാൽ അള്ളാഹു മനസ്സിൽ നിന്ന് ശുഭത്തുകൾ നീക്കി തരും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു മസ്അല, ഒരു ശുഭത്ത് എന്നല്ല, ഒരു കേവല ദീനിൽ ഒരു മസ്അല മനസ്സിലാക്കാൻ സാധിക്കാതെ പോയാൽ അദ്ദേഹം ആളൊഴിഞ്ഞ ഏതെങ്കിലും മസ്ജിദുകളിലേക്ക് ചെല്ലുകയും ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുകയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. യാ മുഅല്ലിമ ഇബ്രാഹിം അല്ലിംനി, യാ മുഫഹിമ സുലൈമാൻ ഫഹിംനി. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പഠിപ്പിച്ച റബ്ബേ എനിക്ക് പഠിപ്പിച്ചു നൽകണമേ, സുലൈമാനെ മനസ്സിലാക്കി കൊടുത്ത റബ്ബേ നീ എനിക്ക് മനസ്സിലാക്കി തരയണമേ. ധാരാളം തവണ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട്, കാരണം പാപങ്ങൾ ദീൻ മനസ്സിലാക്കാൻ തടസ്സമായേക്കും. അതുപോലെ ധാരാളമേ അള്ളാഹുവിനോട് ദുആ ചെയ്ത് സംശയം നീക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ അടിച്ചമർത്തി വെക്കരുത്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ നീ നിന്റെ ഹൃദയത്തെ ഒരു കണ്ണാടി പോലെയാക്കുക, നീ അതൊരു കൂജ പോലെയാക്കരുത്. കണ്ണാടി എന്താണ്? അത് തട്ടിയാൽ അത് പ്രതിഫലിച്ചു പോകും. എന്നാൽ ഒരു കൂജയിൽ അതിൽ എല്ലാം ഇങ്ങനെ അതിൽ അടിഞ്ഞുകൂടിയിരിക്കും. അതൊരു പക്ഷെ പുറത്തേക്ക് വരിക മരണസമയത്തായിരിക്കും. അതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത്.
മറിച്ച് എന്ത് ചെയ്യണം? നാലാമത്തെ കാര്യം, അത് അറിവുള്ള ആളുകളോട്, തിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ അതിൽ ചികിത്സിക്കാൻ കഴിയുന്ന തിബ്ബ, അതിന്റെ ഡോക്ടർമാരാണ്, ദീൻ പഠിച്ചവരാണ്, അതിൽ നല്ല കഴിവുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള സംശയങ്ങൾ നേരിടാൻ കഴിവുള്ള അവരോട് ചെന്ന് നീ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യും. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവില്ലെങ്കിൽ നിങ്ങൾ അറിവില്ല എങ്കിൽ നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കും. അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിന്നെ പോലുള്ള ആളുകളുടെ അരികിൽ നീ അത് പ്രചരിപ്പിക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംശയമുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിലുണ്ട്, അതിൻ്റെ പോലെ കുറേ ആളുകളുണ്ട്. ഒരു സംശയമുണ്ട്, അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരൂ എന്ന് പറഞ്ഞ് അങ്ങ് വിടലാണ്. ചെയ്യരുത്. കാരണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സലാമത്തിലുള്ള ആളുകളുണ്ടാവും. അവരുടെ മനസ്സിൽ, നിന്റെ മനസ്സിൽ പതിന്ന ഈ സംശയം വെറുതെ ആളുകളുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും കേവലമായ ഫഖിയായ മസാലയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മനസ്സിലായില്ല? ഒരാളുടെ കുളിക്കുമ്പോൾ ഒരു അവയവം നനഞ്ഞില്ല, എന്ത് ചെയ്യും, ഇതുപോലുള്ള ചെറിയ സംശയങ്ങളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ദീനിന്റെ അടിത്തറകളെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ബിദ്അത്ത്, അതുപോലെ കുഫറും ശിർക്കും ഹദീസ് നിഷേധം ഒക്കെ പോലെയുള്ള കടുത്ത ദലാലത്തുകൾ, അതുപോലെ ഏതെങ്കിലും പിഴച്ച കക്ഷികളുടെ വാദങ്ങൾ, ഖവാരിജികളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ദാഇശോ അതുപോലുള്ള ഏതെങ്കിലും പിഴച്ച കക്ഷികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴികെട്ട സംഘടനകളോ സംഘങ്ങളോ, അവരുടെയൊക്കെ വാദങ്ങളും ശുബഹത്തുകളും, ഇതേക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഫിഖിയായ കേവലം സംശയങ്ങളെക്കുറിച്ചല്ല.